ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചീമയുടെ വേദ് പിടിക്കുന്ന ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചീമയുടെ വേദ് ദിവസമാണ്. 8 മണിയാകുമ്പോൾ വേദ് പിടിക്കുന്ന ആൾക്കാർ വരും. അറിയാമല്ലോ, നമ്മൾ പാലാഴി ഹോസ്പിറ്റൽ പൂജപ്പുരയുള്ള ഡോക്ടർ കണ്ണദാസിൻ്റെ പാലാഴി ഹോസ്പിറ്റലാണ് പാക്കേജായിട്ട് കൊടുത്തിരിക്കുകയാണ്. 14 ഡേയ്സ് പാക്കേജാണ്. A to Z കാര്യങ്ങൾ, അതായത് നമ്മൾ ഈ പ്രസവിച്ചെടുക്കുന്ന കുട്ടിയൊക്കെ ഈ കറിവേപ്പില, മഞ്ഞൾ, അങ്ങനെയൊക്കെയുള്ള സ്ഥലം കുറുക്കിയൊക്കെ കൊടുക്കില്ലേ, അതുവരെ അവർ കൊണ്ടുവരും. ഒന്നും നമ്മൾ അറിയേണ്ടതില്ല. നോർമൽ ഡെലിവറി ആണെങ്കിൽ 10 ഡേയ്സ് കഴിഞ്ഞിട്ടും, സെക്ഷൻ ആണെങ്കിൽ 14 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് അവർ 15 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് പിടിക്കുന്നത് കേട്ടോ. അപ്പോൾ ചിമ്മയ്ക്ക് നോർമലായിരുന്നു, 10 ഡേയ്സ് കഴിഞ്ഞു. അപ്പോൾ ഇന്ന് മുതൽ വേദ സ്റ്റാർട്ട് ചെയ്യുകയാണ്. കഷായം ഒക്കെ കഴിക്കാനുള്ള എല്ലാ സാധനങ്ങളും, ബ്രഷ് ചെയ്യേണ്ട ഓയിൻമെൻറ്റ് വരെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. കുഞ്ഞിനെയും കുളിപ്പിക്കും. കുഞ്ഞിനെ വെർജിൻ കോക്കനട്ട് ഓയിലൊക്കെ ഇട്ടാണ് കുളിപ്പിക്കുന്നത്. അപ്പോൾ കുഞ്ഞിനും അവളെയും കുളിപ്പിച്ച് റെഡിയാക്കി സുന്ദരികളാക്കിയിട്ട് അവരിന്ന് പോകും. എല്ലാ ദിവസവും ഇതുപോലെ വന്ന് ചെയ്ത് തന്നിട്ട് പോകും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവൾക്ക് വേദ പിടിക്കുന്നതും മറ്റു സാധനങ്ങളും, അവർ കലവും വേദ പിടിക്കേണ്ട കലവും സ്റ്റൗവും എല്ലാം കൊണ്ടുവന്നു. അതിലിടേണ്ട സാധനങ്ങൾ, പച്ചിലകളും വേണ്ട അങ്ങാടി സാധനങ്ങൾ, ഔഷധ സാധനങ്ങൾ, ആയുർവേദ സാധനങ്ങൾ എല്ലാം കൊണ്ടുവന്നു. അപ്പോൾ അതൊക്കെ പിടിക്കുന്നതും നമുക്ക് ചെറിയ രീതിയിൽ വേദ കാണാം. വേദ പിടിക്കാൻ ഇപ്പോൾ ആൾ വരും. അപ്പോൾ വേദ പിടിക്കുന്നതിന് മുന്നേ ചീമയ്ക്ക് ലൈറ്റായിട്ട് ആ പഴമൊക്കെ കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ചീമയ്ക്ക് വേണ്ടിയിട്ട് പഴവും പാലൊന്നും ചീമ കുടിക്കൂല, ഇന്ന് കുടിക്കാൻ തുടങ്ങി. സച്ചിൻ രാവിലെ ടിൻറ്റ് മോനായിട്ട് വന്നിരിക്കുന്നു. ഫുട്ബോൾ കളി കഴിഞ്ഞിട്ട് വന്ന് ഇരിക്കുകയാണ്. കയ്യിൽ ഫുട്ബോൾ അടിച്ചിട്ട് ഭാര്യയ്ക്കൊപ്പം വേദ പിടിക്കാൻ വന്ന സച്ചിൻ. കുഞ്ഞിപ്പെണ്ണ് എൻ്റെ കയ്യിലിരിക്കുകയാണ്. നമ്മളെ വീഡിയോ എടുക്കണം ലേഡി. ആരൊക്കെ കൂച്ചുവോ? എത്ര കിലോ? എന്നെ കളിയാക്കും. എങ്കിൽ പിന്നെ ഒന്ന് കാണണല്ലോ. അത് എന്നെ റിസർച്ച് അതാണ്. വർഷങ്ങൾ കൊണ്ട്, 12 വർഷം കൊണ്ട്. ജങ്ക് ഫുഡ്സ്, ഓൺലി ഈറ്റിംഗ് ജങ്ക് ഫുഡ്സ്. എന്തായാലും എൻ്റെ സ്കിൻ കെയറോട് കൂടി നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എപ്പോഴും പറയും പോലെ തന്നെ താല്പര്യമുള്ളവർക്ക് ഈ ഒരു പോർഷൻ കാണാം, അല്ലാത്തവർക്ക് ഈ ഒരു ഇത് മാറ്റിയിട്ട് അടുത്ത പോർഷൻ മുതൽ കണ്ടാൽ മതിയാവേ. അപ്പോൾ ഞാൻ എൻ്റെ സ്കിൻ കെയർ ചെയ്യുന്നത് എപ്പോഴും ക്യൂർ സ്കിൻ പ്രോഡക്റ്റ്സ് വെച്ചിട്ടാണ്. ക്യൂർ സ്കിൻ വൺ ഓഫ് ദ ബെസ്റ്റ് പ്രോഡക്റ്റ് ഐ എവർ യൂസ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എനിക്ക് ഒരുപാട് ഫേസിൽ ബ്ലാക്ക് മാർക്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ കുത്തി ഇരുന്നപ്പോഴേക്കും ഒരു ക്യൂർ സ്കിന്നിൻ്റെ ആപ്പ് കണ്ടതും അവരുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നതും. ആ ഒരു ഇതിലെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്കിന്നിനെ ഫ്രീ ആയിട്ട് അവർ അനലൈസ് ചെയ്ത് നമുക്കൊരു ഫ്രീ ഡെർമറ്റോളജിസ്റ്റിനെ തരും കേട്ടോ. നമ്മുടെ കോഴ്സ് കഴിയുന്നത് വരെ അതിലൊരു ഫ്രീ ഡെർമറ്റോളജിസ്റ്റ് ഉണ്ടാവും. അവർ പറയുന്ന രീതിയിൽ നമ്മൾ പറയുന്നത് പോലെ നമ്മുടെ ഈ ക്യൂർ സ്കിൻ പ്രോഡക്റ്റ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കാരണം ഇപ്പോൾ നമ്മൾ പുറത്തൊരു ഡെർമറ്റോളജിസ്റ്റിനെ കാണാൻ പോവുകയാണെങ്കിൽ നല്ല കാശൊക്കെ കൊടുക്കേണ്ടി വരില്ലേ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നമ്മുടെ സ്കിന്നിൻ്റെ കാര്യങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഡെർമറ്റോളജിസ്റ്റ് വന്നിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. അതുപോലെ ഒരു ഡയറ്റ് നമുക്ക് ചാർട്ട് ചെയ്ത് തരും. നമ്മളൊരു ദിവസം എത്ര വെള്ളം കൺസ്യൂം ചെയ്യണം എന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽ ആയിട്ട് അവർ ഓരോ കാര്യങ്ങളും ഇങ്ങനെ നമുക്ക് പറഞ്ഞു തരും. അത് ഒരുപാട് നമ്മുടെ സ്കിന്നിനെയും ഒക്കെ നമുക്ക് നല്ലതാക്കി തരുന്ന കുറേ കാര്യങ്ങൾ അവർ പറഞ്ഞു തരികയൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ക്യൂർ സ്കിൻ ഒരു ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ അവരുടെ പ്രോഡക്റ്റ്സ് ഒരു പ്രാവശ്യം വാങ്ങിയാൽ ഒരു 3-4 മാസം വരേക്കും സുഖമായിട്ട് പോകും കേട്ടോ. അപ്പോൾ നമുക്കൊരു വർത്ത് പർച്ചേസിങ് എന്ന് വേണമെങ്കിൽ പറയാം. നല്ലൊരു റിസൾട്ട് അവർ പറയുന്ന രീതിയിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും. ഒരു പക്ഷേ എൻ്റെ ആദ്യത്തെ വീഡിയോസും ഇപ്പോഴത്തെ വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഫേസിൻ്റെ വ്യത്യാസം ഒരു പക്ഷേ മനസ്സിലാക്കാൻ പറ്റും. കാരണം അവർ പറയുന്ന രീതിയിൽ, അവർ പറയുന്ന ഡയറ്റും, അവർ പറയുന്ന വെള്ളം കുടിയും, അവർ പറയുന്ന ദിവസങ്ങളിൽ അവരെ കൺസൾട്ട് ചെയ്തും എനിക്ക് നല്ലൊരു വ്യത്യാസം മുഖത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ക്യൂർ സ്കിൻ ആപ്പിൻ്റെ ലിങ്കും ഡീറ്റെയിൽസും ബാക്കി എല്ലാ കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ മെൻഷൻ ചെയ്തേക്കാം. അതുപോലെ അവർക്കൊരു കൂപ്പൺ കോഡ് ഉണ്ട്. ആ കൂപ്പൺ കോഡ് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 100 എക്സ്ട്രാ ഓഫായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഷോപ്പ് ചെയ്യാം. എന്തായാലും ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാവേ. ഇതൊക്കെ അവർ ചീമയ്ക്ക് കഴിക്കാനായിട്ട് കൊണ്ടുവന്നതാട്ടോ. എന്തോ ഇതൊക്കെ ഗ്യാസിനൊക്കെ നല്ലതായി, കഷായം കാര്യങ്ങൾ. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ കുറുക്കി കഴിക്കില്ലേ പ്രസവിച്ച് കിടക്കുന്ന. ഇത് ഈവനിങ് സ്നാക്കായിട്ട് കൊടുക്കാൻ അവലോസ് പൊടി, പിന്നെ പച്ചിലക്കുറുക്ക്, ഇതിൽ കരിപ്പട്ടിയും തേങ്ങാപ്പാലും മാത്രം ഒഴിച്ച് മിക്സ് ചെയ്താൽ മതി. പച്ചരിയും
എല്ലാം കൂടിയൊക്കെ മിക്സ് ആയിട്ടുള്ളതാണ്. മഞ്ഞൾ കുറുക്ക്, ചുക്ക് കുറുക്ക്, അയ്യോ ഉലുവ കുറുക്ക്, ഇതെല്ലാം കഷായങ്ങൾ, അരിഷ്ടം എല്ലാം ഓരോന്നോരോന്ന് കഴിക്കാനായിട്ട് എല്ലാം സെറ്റാക്കി വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഞങ്ങളൊക്കെ പ്രസവിച്ചിറക്കുമ്പോൾ ഓരോ സാധനങ്ങൾ അന്വേഷിച്ച് നടന്ന് കുറുക്കി എടുത്ത് പച്ചരിയൊക്കെ ഇട്ട് ഇതെല്ലാം പച്ചരിയെല്ലാം പൊടിച്ച് പച്ചരിയും ചുക്കും അങ്ങനെയൊക്കെയുള്ള സാധനത്തിൽ കരിപ്പോട്ടിയും തേങ്ങാപ്പാലും മാത്രം ഒഴിച്ച് കുറുക്കിയെടുത്താൽ മാത്രം മതി കേട്ടോ. എന്തൊക്കെ സെറ്റപ്പാന്ന് നോക്കിയേ. ഇതൊക്കെ എളുപ്പമാണ്, കാരണം നമുക്കിതിനെ പറ്റിയൊന്നും വലിയ ഐഡിയ ഇല്ല കേട്ടോ. ഇങ്ങനെയുള്ളവർ ആയുർവേദ ഹോസ്പിറ്റലിൽ അവർ ഇതുപോലെ പാക്കേജായിട്ടൊക്കെ തരുമ്പോൾ നമുക്ക് എളുപ്പം ഒന്നും അറിയണ്ടല്ലോ, ഒന്നും. ഇത് ബ്രഷ് ചെയ്യാനുള്ള ഡെൻ്റൽ കെയർ അത് വരെ ഉണ്ട് കേട്ടോ. എന്താണ് ഇതും അതിൻ്റെ എന്തോ ആണ് കേട്ടോ, എടുക്കാൻ പറ്റുന്നില്ല. വേദക്കലം ഇന്നലെ അവർ പച്ചിലകളും ബാക്കി സാധനങ്ങളും ഇട്ട് തിളപ്പിച്ച് തോർത്ത് കൊണ്ട് കെട്ടി മൂടി വെച്ചിട്ട് പോയിരിക്കുകയാണ്. ഇന്ന് വന്ന് വീണ്ടും തിളപ്പിക്കുമായിരിക്കും അല്ലേ? തിളപ്പിച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത്. ഇതാണ് പാർവതിയാണ് ചീമയ്ക്ക് വേത് പിടിക്കുന്നത്. കറക്റ്റ് ഷാർപ്പ് 8 o'clock ആയപ്പോൾ പാർവതി എത്തിയിട്ടുണ്ട്. തുടങ്ങാം നമുക്ക്. അവർ ബെഡ് സഹിതം കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ഇൻഡക്ഷൻ ഓയിൽ ചൂടാക്കാനാണല്ലേ, ദേഹത്ത് തേക്കുന്നത്. നല്ല പോലെ തടവി ഒഴിഞ്ഞൊക്കെ എടുക്കുമല്ലേ? അപ്പോൾ നമുക്ക് 14 ദിവസത്തെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓരോ ദിവസം ഓരോ ട്രീറ്റ്മെൻ്റ് ആണോ? 7 ദിവസത്തേക്ക് അഭ്യംഗം, വേത് പിടിക്കൽ, ഒഴിച്ചു തരൽ, ബോഡി പാക്ക് ഇടൽ, ഫേസ് പാക്ക്, അതിനിടയ്ക്ക് ഹെയർ പാക്ക് വരും. തലകുളി ഒന്നിടവിട്ടാണ് തല കുളിക്കുന്നത്. പിന്നെ മാഡത്തിന് എങ്ങനെയാണോ ദിവസം കുളിക്കണം അങ്ങനെ. പിന്നെ അത് കഴിഞ്ഞിട്ട് വാവയൊക്കെ കുളിപ്പിക്കും. ബാക്കിട്ട് കിടക്കുമ്പോൾ തന്നെ സ്പൈനിൽ പിജു ഒക്കെ വെച്ച് കിടത്തും. ഹോസ്പിറ്റലാണെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ഉണ്ടാവും. ഹോസ്പിറ്റലിലാണെങ്കിൽ നമ്മൾ അഭ്യംഗം ചെയ്തിട്ട് പാക്കിട്ട് സ്പൈനിൽ പിജു വെച്ച് കിടത്തിയിട്ട് മുഖലേപവും മുഖ അഭ്യംഗവും ഹെഡ് മസാജും ഒക്കെ ചെയ്തിട്ട് ധാര ചെയ്യും. വേത് വെച്ചിട്ട് നമ്മൾ ധാര ചെയ്യും. എന്നിട്ട് കുളിപ്പിക്കാനായിട്ട് വിടും. അത് കഴിഞ്ഞിട്ട് സ്റ്റീം കൊടുക്കലും മുടി പുകയ്ക്കൽ, ഐതാര അഞ്ജനം എഴുതിയിട്ട് ഐതാര ചെയ്യൽ. വന്നു പോണവരുണ്ട്, സ്റ്റേ ചെയ്യുന്നവരുണ്ട്. വന്നു പോണവരുണ്ട്, സ്റ്റേ ചെയ്യുന്നവരുണ്ട്. ഞങ്ങൾ ഇതുപോലെ പോയി ചെയ്യുന്നതുകൊണ്ട്. സ്റ്റേ ചെയ്യുന്നത് വന്നു പോണതാണ് നല്ലതല്ലേ? വന്നു പോണത് കുറച്ചും കൂടെ നല്ലത്. വരുമ്പോൾ കുറച്ച് വ്യത്യാസം അത് മാത്രമേ ഉള്ളൂ. അവിടെ നമ്മൾ വേദിങ്ങനെ ഒഴിച്ചു കൊടുക്കും, വീട്ടിൽ വരുമ്പോൾ നമ്മൾ നന്നായിട്ട് പിടിച്ചു കൊടുക്കും, പിന്നെ ബാത്റൂമിൽ കൊണ്ട് ഒഴിച്ചും കൊടുക്കും. ഹോസ്പിറ്റലാകുമ്പോൾ കുറച്ചുകൂടെ സൗകര്യം കൂടും അല്ലേ? ബാക്കിയെല്ലാം ഇതുപോലെ തന്നെയാ. വേദൻ്റെ കാര്യത്തിന് മാത്രം ചെറിയൊരു വ്യത്യാസം. ആൾക്ക് നടുവേദനയുണ്ട്, കാലില് ഡെലിവറിക്ക് ശേഷം നീരുണ്ട്. അത് നമ്മൾ വേദൊഴിക്കുമ്പോഴും നടുവിന് പിജു വെക്കുമ്പോഴും ഒക്കെ വേദനയൊക്കെ മാറിക്കിട്ടും. പിന്നെ കിഴിയൊക്കെ തുടങ്ങുമ്പോൾ നന്നായിട്ടൊന്ന് മാറും. സത്യം പറഞ്ഞാൽ പ്രസവിച്ച് കിടക്കുന്ന കുട്ടികളെല്ലാം ഇതുപോലൊരു ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ അണ്ടറിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതാവും കേട്ടോ ഏറ്റവും നല്ലത്. ഞാനും വേദ പിടിച്ചിട്ടുണ്ട്, ദൈവം ചീമയ്ക്കും ചെയ്യുന്നുണ്ട്. ചീമയ്ക്ക് ചെയ്യുന്നത് കണ്ടിട്ട് ഞാനൊന്നും പിടിച്ചതൊന്നുമല്ല കേട്ടോ. പക്ഷേ എൻ്റെ മദർ ഇൻ ലോ ആണ് എനിക്ക് വേദെല്ലാം പിടിച്ചത്. അവരെ കൊണ്ട് പറ്റുന്ന മാക്സിമം അവർ ചെയ്തിട്ടുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ അതിനെക്കാട്ടിക്ക് എത്രയോ നല്ലതാണ് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ളവർ ചെയ്യുന്നത് നോക്കിയേ. അപ്പോൾ ഇതാണ് ഏറ്റവും ബെറ്റർ. ഇത് സച്ചിനിരുന്ന് വെയിൽ കൊണ്ടുറങ്ങുന്നത് നോക്കിക്കേ. വേദ പിടിച്ച് കഴിയുമ്പോൾ വേദകാവയ്ക്ക് വിശപ്പ് വരും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വേദ കഴിഞ്ഞ ഉടനെ ഇതുപോലെ കുറുക്കോ രസം അങ്ങനെ കരിപ്പട്ടി കഷായമൊക്കെ കൊടുക്കാൻ പറയും. അപ്പോൾ കരിപ്പട്ടി കഷായം രസമൊക്കെ അമ്മ ഇടയ്ക്കിടയ്ക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് മുതലാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുറുക്ക് സ്റ്റാർട്ട് ചെയ്തത്. അവർ കൊണ്ടുവരുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് മുതലാണ് നമ്മൾ കുറുക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം മഞ്ഞൾ തന്നെ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ മഞ്ഞൾ കുറുക്ക് കഷായമില്ല കുറുക്കല്ലേ, കുറുക്കുണ്ടാക്കാൻ പോവുകയാണ്. ആദ്യം കരിപ്പട്ടി ഉരുക്കാണ്. അപ്പം ഓരോ ദിവസം ഓരോ കുറുക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ എപ്പോഴും കരിപ്പട്ടി ഉരുക്കുന്നതിനെക്കാട്ടി അവർ പറഞ്ഞു കരിപ്പട്ടി ഉരുക്കി വച്ചിരുന്നാൽ ആവശ്യാനുസരണം എടുക്കാമല്ലോ എന്ന്. അങ്ങനെ എല്ലാ കരിപ്പട്ടിയും കൂടെ ഉരുക്കാനായിട്ട് വയ്ക്കുകയാണ്. എന്നിട്ട് ആവശ്യാനുസരണം ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് തേങ്ങാപ്പാലും കൂടെ മിക്സ് ചെയ്ത് എടുക്കുവേ. ഇതൊക്കെ അവർ തന്നതാട്ടോ. ഇതിപ്പോൾ കരിപ്പട്ടി ഫുൾ ഉരുക്കി വയ്ക്കും, ആവശ്യാനുസരണം എടുക്കും, എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇനി തേങ്ങാപ്പാൽ എടുക്കണം. തേങ്ങാപ്പാൽ എടുക്കാം, വെളുത്തില്ല എടുക്കാം.
എന്ത് സുന്ദരിയായിട്ടുള്ള അമ്മ. കാർക്കൂന്തലൊക്കെ അഴിച്ചിട്ട് ഇങ്ങോട്ട് തിരി. കാർക്കൂന്തലൊക്കെ അഴിച്ചിട്ട് നടക്കുന്ന അമ്മ ഇപ്പം പ്രാന്തികളെ പോലെ. ഉറങ്ങിയിട്ട് എത്ര ദിവസമായി? ഉറങ്ങിയിട്ട് കുറേ ദിവസമായി. കുളിച്ചില്ല. രാവിലെ കുളിച്ചിട്ടാണ് ഞാൻ നിൽക്കണത്. ഇന്ന് കുളി നടന്നില്ല. പ്രാന്തി പ്രാന്തി പ്രാന്തി, ഒറിജിനൽ പ്രാന്തി. തേങ്ങാപ്പാൽ എടുത്തോണ്ടിരിക്കുന്നു. അമ്മയ്ക്ക് ജോലി സഹായത്തിന് ഇവിടെ അടുത്തുള്ള സരളാങ്കി വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടൊരു ചെറിയ ആശ്വാസമുണ്ട്. കരിപ്പൊട്ടി ഉരുക്കി അതിൽ മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കാൻ പറഞ്ഞല്ലേ. ഈ മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ ഇടാനാണ് അവർ പറഞ്ഞത്. ടേബിൾ സ്പൂൺ നമ്മളതിലില്ല, ടീസ്പൂണേ ഉള്ളൂ. ടേബിൾ സ്പൂൺ ഉണ്ട്, എവിടെ കിടക്കണമെന്ന് കാണാൻ പോലും ഇല്ല, ഏതോ കുപ്പിക്കകത്ത് കാണും. അപ്പോൾ 1/2 ടേബിൾ സ്പൂണിൻ്റെ ടീസ്പൂണിൻ്റെ സ്പൂണേ നമ്മളിലുള്ളൂ. അപ്പോൾ 1/2 ടീസ്പൂൺ എന്ന് പറയുമ്പോൾ 6 1/2 ടീസ്പൂണാണ് 1 ടേബിൾ സ്പൂൺ. 6. അത്ര നിറയ്ക്കണ്ട. അത് 2, ഒരെണ്ണം 2, 3, 4, കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. 2 ദിവസത്തേക്കാണ് ഒരു കുപ്പി അവർ തരണത്. 5, 6. ചീമ കഴിക്കണമെന്ന് കണ്ടറിയാം. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്മാവ് കേട്ടോ, ഞാൻ കഴിക്കാൻ എടുത്തു വെച്ചതാണ്. കുഞ്ഞിയെ പാലൊക്കെ കൊടുത്ത് ഉറക്കി കിടത്തിയിരിക്കുകയാണ്. എണീറ്റ് വരുമോ അറിയില്ല. വേദയും സുഖം ഉറക്കാം. വേദ 11 മണിക്കാണ് എഴുന്നേക്കുന്നത്. പക്ഷെ ഇപ്പോൾ കൊച്ചുള്ളതുകൊണ്ട് 10 മണിയാക്കി. അത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം കൊടുക്കാൻ പറഞ്ഞേ, അല്ലെങ്കിൽ കട്ടയായിട്ട് കിടക്കും. അതിനെ നന്നായിട്ട് കുറുക്കിയെടുക്കാം. കരിപ്പട്ടി ഒഴിക്കുക. ലാസ്റ്റ് നെയ്യോ നല്ലെണ്ണ ഒഴിക്കാൻ പറഞ്ഞു. നെയ്യ് ഗുഡ് ഫാറ്റ് അല്ലേ, അത് കുഴപ്പമില്ല, നെയ്യ് ഒഴിച്ചാലും മതി. കരിപ്പട്ടി ഇതിലേക്ക് ഒഴിക്കണം. മതി മതി മതി, ഒരുപാട് മധുരമായ കൊള്ളൂല, വേണമെങ്കിൽ പിന്നീട് ഒഴിക്കാം. അത് അരിച്ച് വൈ, എന്നിട്ട് വേണമെങ്കിൽ പിന്നീട് ഒഴിക്കാമല്ലോ. എന്നിട്ട് അവരോടൊന്നുകൂടെ ചോദിച്ചിട്ട് നെയ്യോ നല്ലെണ്ണ ഒഴിക്കാൻ പറഞ്ഞു. പക്ഷെ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്ക് നല്ലെണ്ണയാണ്. നെയ്യ് എപ്പോഴും പഴമൊക്കെ മൂപ്പിച്ച് തിന്നണല്ലേ. അപ്പൊ പിന്നെ നല്ലെണ്ണ ഒഴി. അത് ലാസ്റ്റാണ് ഒഴിക്കാൻ പറഞ്ഞത്. അപ്പം നല്ലെണ്ണ ഒഴിക്കാമെന്ന് തീരുമാനിച്ചു. നെയ്യ് ചീമ പഴമൊക്കെ റോസ്റ്റ് ചെയ്ത് കഴിക്കും. അപ്പോൾ പിന്നെ എന്തെളുപ്പം നോക്ക്. പണ്ടൊക്കെ ആണെങ്കിൽ ഇതിനെയൊക്കെ അരച്ച് നമ്മൾ അരിയൊക്കെ പൊടിച്ച് കുറുക്കി ഇതാ പൊടി അങ്ങോട്ട് മിക്സ് ചെയ്താൽ മാത്രം മതി. 1 ടിന്ന് 2 ദിവസത്തേക്കാണ് അവർ തന്നത്. പക്ഷെ കൂടുതൽ കാണുമല്ലേ. കൂടുതൽ കഴിച്ചെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലല്ലേ. ഉള്ളിലുള്ള ബാഡായിട്ടുള്ള ബ്ലഡും കാര്യങ്ങളൊക്കെ പോകാൻ ഏറ്റവും നല്ലതാണ്. നമ്മുടെ ചീമയുടെ ഡോക്ടറോട് ഞാൻ ചോദിച്ചു, വേദന നമുക്ക് എന്ന് സ്റ്റാർട്ട് ചെയ്യാം? ഡിസ്ചാർജ് ആവണതിൻ്റെ തലേ ദിവസം നിങ്ങൾക്ക് എന്ന് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ, കുഴപ്പമില്ല, വണ്ണം വെക്കാണ്ട് നോക്കിക്കൊള്ളണേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയുർവേദ മെഡിസിൻസ് ഒക്കെ കൊടുക്കുന്ന കഷായം ഇതൊക്കെ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ട്, ഒന്നും കുഴപ്പമില്ല, വണ്ണം വയ്ക്കാതെ നോക്കിക്കൊള്ളണേന്ന് പറഞ്ഞു. അതാണൊരു പ്രശ്നം, വണ്ണം. ചീമ ജിമ്മിലൊക്കെ പോയി കുറയ്ക്കണമെന്ന് പറയുന്നത് കേട്ടു. കരിപ്പട്ടി ഉരുക്കി ഇനി ഇതിനൊരു ബോട്ടിലാക്കി വെച്ചാൽ ഇതുപോലെ കുറുക്കണ സമയം ആവശ്യാനുസരണം അതിന് മിക്സ് ചെയ്താൽ മതി. ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യം ഇല്ലായിരുന്നു ആക്ച്വലി. വെള്ളം അത്രയും വേണം. അതാണ്ട് കുറുവി തുടങ്ങി. ഇതിന് അലുവ പോലെ ആക്കണത്. നോൺ സ്റ്റിക്ക് പാനായിരുന്നു ഹാൻഡിൽ. അത് മുകളിൽ എണ്ണ വെച്ചാൽ കൊടുക്കും. നല്ലെണ്ണ കുറച്ച് മതി മതി മതി, ഒരുപാടായോ? അവളല്ലാതെ ഉപയോഗിക്കില്ല. കഴിക്കാനും മാതിരിയായിരിക്കും എല്ലാം കൂടെ ഒക്കെ വാരി കുറെ പരിഷ്കാരങ്ങൾ. അല്ലെങ്കിൽ എൻ്റെ മോളൊന്നും മനുഷ്യർക്കൊരു പരിധിയില്ലേ. പോട്ട് കേട്ടാ. അങ്ങനെ കുറുക്കിക്കൊണ്ട് നിന്നപ്പോഴേക്കും ഞാനൊന്ന് പറഞ്ഞു, മുഖത്ത് ഫേസ് പാക്കും ഓയിലൊക്കെ ഇടുമ്പോൾ വിളിക്കണേ, മസാജ് ചെയ്യുമ്പോൾ വിളിക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ ഫേസ് മസാജിങ് ഒക്കെ ചെയ്യുകയാണ്. അങ്ങനെ ഞാൻ മുകളിൽ കയറി വന്നു. നല്ല പിഗ്മെൻറ്റേഷനൊക്കെ ചീമയ്ക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ തന്നെ ഫേസ് മാസ്കും ഫേസ് മസാജും ഒക്കെ ചെയ്ത് ഒരു 14 days ആകുമ്പോൾ ബാക്ക് ടു ചീമ ഫിഗർ ആവുമെന്ന് തോന്നുന്നു. ഓയിലൊക്കെ എല്ലാം അവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഇവിടെ കൊണ്ടുവരുന്ന എല്ലാ ഹെയർ ഓയിൽ, ബോഡി പാക്ക്, ഫേസിനുള്ള ബ്രൈറ്റനിങ് ഓയിൽ, പ്രസവരക്ഷയ്ക്ക് ചെയ്യുന്ന നമ്മൾ ബോഡിക്കുള്ള ഓയിൽ എല്ലാം അവിടെ തന്നെ ഡോക്ടർമാർ ഉണ്ടാക്കുന്നത്. ഈ കുറുക്കൊക്കെ നിങ്ങൾ എല്ലാം അവിടെ തന്നെ ഉണക്കി പൊടിച്ച് ചെയ്യുന്നതാണ്. അവിടെ തന്നെ എല്ലാം അവിടെ തന്നെ ഉണക്കി ചെയ്യും. ആ മിക്സിൽ എല്ലാ ഇലകളും വരും അല്ലേ? എല്ലാ ഇലകളും വരും.
എല്ലാം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്. അവരവിടെ തന്നെ ഉണ്ടാക്കുന്ന, അവിടെ തന്നെ പൊടിച്ചെടുക്കുന്ന സാധനങ്ങളും ഒക്കെയാണ് കേട്ടോ, കാച്ചിയെടുക്കുന്ന എണ്ണയും ഒക്കെയാണ്. കാരണം ഞാൻ അവിടെ പോയി കണ്ടിട്ടുണ്ട്, പാലാഴിയിൽ അവർ തന്നെ എല്ലാം ചെയ്യുന്നതും എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഫേസ് പാക്കോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഡയറക്റ്റ് ഷോപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. നല്ല നാച്ചുറൽ ഇൻഗ്രീഡിയൻസിൽ ഉണ്ടാക്കുന്ന മഞ്ഞളും ചെറുപയറും അങ്ങനെ വേണ്ട നമുക്ക് ഫേസിന് ആവശ്യമായിട്ടുള്ള വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കാത്ത രീതിയിലുള്ള സാധനങ്ങളാണ് അവരിതിൽ ആഡ് ചെയ്ത് നമുക്ക് ഫേസിലും ബോഡി ഫുൾ പാക്കൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. എൻ്റെ അമ്മ എന്ത് നല്ല ട്രീറ്റ്മെൻറ്റാണ് ചീമയ്ക്ക് കിട്ടുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ലേശം കുശമ്പൊക്കെ വരുന്നുണ്ട് കേട്ടോ. എനിക്കന്ന് ഇത്രയും നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടിയിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഡെലിവറി കഴിഞ്ഞ് ഏട്ടൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ അവരെനിക്ക് മാക്സിമം അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ചെയ്തു. പക്ഷെ അതുപോലെയല്ല ഇത്രയും എക്സ്പീരിയൻസ് ഉള്ളവർ ദിവസവും അവർ ചെയ്യുന്ന കാര്യങ്ങളായതാട്ടോ. അപ്പോൾ അവരത് ചെയ്യുന്നതിൽ വ്യത്യാസമുണ്ട്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇന്നലെ തിളപ്പിച്ചിട്ട വേത് ഇതിനകത്ത് എന്തൊക്കെ വരും? പൊടി എന്തൊക്കെ ഇട്ടിട്ടുണ്ട്? കുറേ ഐറ്റം ഇല, രാമച്ചം, വേരിൻ്റെ പൊടി, മഞ്ഞൾ, ഇങ്ങനെ കുറേ മണം വാഴയില വരെ ഉണ്ട്. വാഴയില പേരൊക്കെ ഉണ്ടല്ലേ? അതാണ്. കറക്റ്റ് 2 മണിക്കൂർ പറഞ്ഞു. കറക്റ്റ് 2 മണിക്കൂർ. ഇതെന്താ സംഭവം? ഇത് ധൂമമാണ്. ജലദോഷമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ണടച്ചിട്ട് നെക്കിന് വലിച്ചിട്ട് വളർന്നു ശ്വാസം വരണേ. ഇതൊക്കെ എൻ്റെ അമ്മ ചെയ്താൽ പോലും ഇത്രയും പെർഫെക്ഷനോട് കൂടി നമുക്ക് നല്ലതായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഓരോ കാര്യങ്ങൾ അതിൻ്റേതായ രീതിയിൽ നമുക്കറിയുന്നതിനെക്കാട്ടി കൂടുതൽ അവർക്കറിയാം. അവരതിൻ്റേതായ രീതിക്ക് നല്ലതുപോലെ ചെയ്തു തരുന്നുണ്ട് കേട്ടോ. ഇത് ഉറപ്പായിട്ടും പ്രസവിച്ച് കിടക്കുന്ന കുട്ടികൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെ എടുക്കുക. നമ്മുടെ റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനെക്കാട്ടി നല്ലതാണ് ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്. അങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഇത് തല പുകയ്ക്കാനായിട്ടുള്ള പൊടി. മുടിയൊക്കെ നല്ല മണക്കാനല്ലേ? ഇപ്പൊ 7 days കണ്ടിന്യൂസ് ട്രീറ്റ്മെന്റ് ആണ്. അത് കഴിഞ്ഞിട്ട് മാറും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അഭ്യംഗത്തിന് മുമ്പാരെ കിഴിയൊക്കെ പ്രഗ്നന്റ് ആയപ്പോൾ നല്ലതായിട്ട് മുഖം ഫുൾ കറുത്ത് പിമ്പിൾസ് ഒക്കെ വന്ന് ഭയങ്കര ഇതായിരുന്നു. പക്ഷെ ഇപ്പൊ 2 ദിവസം കൊണ്ട് കുറവുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇത് ചെയ്തപ്പോൾ നല്ലൊരു മുഖത്ത് വെട്ടം വേണം. ഇനി കിടന്നിട്ട് അഞ്ചനോ എഴുതാറ് ഈ സൈഡില്. നമ്മുടെയൊക്കെ സമയത്ത് അങ്ങനെ കോമൺ അല്ല ഇത്. ചെയ്യണവരുണ്ട്. വയസ്സായവരൊക്കെ വീട്ടിൽ ഉണ്ടെങ്കിൽ പിന്നെ അവർ തന്നെയാണല്ലോ ഡോക്ടർമാരും. ഇതെന്ത് സാധനം? അഞ്ജനം. അതെത്തി കടുത്തു അല്ലേ? ഇതെന്താണ്? ഐതാര. കഷായം വെച്ച് ധാര ചെയ്യുന്നതാണ്. ഇത് കഷായമാണ് അല്ലേ കണ്ണിലൊഴിക്കുന്നത്? ഇത് വയറ് ബൈൻഡർ അല്ലേ? വയറ് കെട്ടുന്നത് നിങ്ങൾ തന്നെ നല്ലതായിട്ട് കെട്ടിത്തരും. ഇതെന്താ? സ്ട്രെച്ച് മാർക്ക് ഓയിൽ. ഓ ഷൂ ഇതൊക്കെ ഇട്ടിരുന്നെങ്കിൽ ഇപ്പൊ എന്റെ വയറ് ആലില വയറായനെ. ഇത് അവിടെ തന്നെ ഉണ്ടാക്കുന്നത് ആണല്ലേ? ഓക്കെ. തൈലം പോലെയാണല്ലേ? ഓയിൽ പോലെ ചെറിയൊരു മഞ്ഞ കളർ പോലെ. എങ്ങനെയുണ്ട് ഫസ്റ്റ് ഡേ എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ്. നല്ല ഉറക്കം പറഞ്ഞു. ചെയ്തപ്പോഴേ ഉറക്കം പറഞ്ഞു. പിന്നെ ഇടയ്ക്ക് വിളിക്കുമല്ലോ എന്നുള്ള ഡിസ്റ്റർബ്ഡ് സ്ലീപ്പായി പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉറങ്ങാതെ കിടന്നു. ഇപ്പം നല്ല ഉറക്കം പറഞ്ഞുകൊണ്ട് നല്ല റിഫ്രഷ്ഡായി. താങ്ക്സ് പാലായി. കുറച്ചുകൂടെ അങ്ങോട്ട് നീട്ടായാലും മതിയായിരുന്നു എന്ന് തോന്നുന്നു. 1 മാസം കഴിച്ചുമാ. അങ്ങനെയുണ്ട്. കൊള്ളാം. ഇഷ്ടപ്പെട്ടു എനിക്കല്ലേ? ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആക്ച്വലി ഇത്രയേ ഉള്ളൂ. അന്ന് നമ്മൾ ഒരേ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ചിമ്മയുടെ വേദം കാര്യങ്ങളൊക്കെ അത്രയും ഡീറ്റെയിൽ ആയിട്ട്
മാക്സിമം പറ്റുന്ന രീതിയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പാലാരിയുടെ നമ്പർ ഞാൻ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അവർ കൂടുതൽ എന്നോട് ചോദിക്കുന്നതിനെക്കാട്ടി നിങ്ങൾക്ക് അവരോട് ചോദിച്ചാൽ അവർ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. പ്രസവരക്ഷയും കാര്യങ്ങളൊക്കെ എപ്പോഴും നമ്മൾ ചെയ്യുന്നതിനെക്കാട്ടിയും ഏറ്റവും നന്നായിട്ട് അവർ ചെയ്തു തരും. അതുകൊണ്ടാണ് ചീമയുടെ കാര്യത്തിൽ നമ്മളൊന്നും കുറയ്ക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് ചീമയുടെ കാര്യത്തിൽ നമ്മൾ പാലാഴിയെ കോൺടാക്ട് ചെയ്തത്. നിങ്ങൾക്കും ആവശ്യമുണ്ടെങ്കിൽ പ്രസവരക്ഷ മാത്രമല്ല ബാക്കി എല്ലാ കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അവരെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ തിരുമല പോണു, കൊറിയർ അയക്കാനുണ്ട്. വേദിക്കുന്ന റിസൾട്ട് വരുന്ന ദിവസമാണ്. ജയിക്കോടി എവിടെ പോയി? റിസൾട്ട് വരുന്ന ദിവസം ടെക്സ്റ്റും നോട്ടും ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വാങ്ങാൻ 12:30 വരെ സമയമുള്ളൂ. ഇപ്പോൾ തന്നെ 10:30 മണിയായി. വീട്ടിൽ പോയി കൊറിയറെല്ലാം അയച്ച് സ്കൂളിലും പോയിട്ട് വേണം എനിക്ക് വരാനായിട്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് തിരക്കാണ്. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ടാറ്റാ ബൈ.